മുൻ പ്രധാനമന്ത്രി നരസിംഹ റാവുവിന് ഭാരത് രത്ന. ഈ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഓർമ്മയുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഏകദേശം 2 വർഷം മുമ്പ് നാരദ ന്യൂസ് മലയാളത്തിൽ ഞാൻ ഇതേപോലെ PV നരസിംഹ റാവുവിനെ പറ്റി ഒരു പ്രൊഫൈൽ ചെയ്തു. അപ്പം അതിൻ്റെ കൺക്ലൂഡിങ് പാർട്ടായിട്ട് പറഞ്ഞത്, ഇന്ത്യയിൽ ഭാരതരത്ന കൊടുക്കേണ്ട ഒരു അതുല്യ പ്രതിഭയായിരുന്നു നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരസിംഹ റാവു. അതായത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഇൻ്റലക്ച്വൽ കൂടിയായിരുന്നു. ഇന്ന് ഇന്ത്യ ഏകദേശം ലോകത്തിൽ എക്കോണമിയിൽ 5ാം സ്ഥാനത്ത് വരുന്നതിൻ്റെ പിറകിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ശക്തിയായിരുന്നു നരസിംഹ റാവു. എന്തുകൊണ്ടും അദ്ദേഹം അതിന് അർഹനാണ്. ഒരു ചെറിയ ചരിത്രം നോക്കുക. 1960കളിൽ നെഹ്റുവിൻ്റെ എക്കണോമിക് പോളിസിയോ തുടർന്ന് ഇന്ത്യ പട്ടിണി രാജ്യമായി മാറി. ഇന്ത്യയിൽ സ്റ്റാർവേഷൻ, പട്ടിണി മരണങ്ങൾ എല്ലായിടത്തും റിപ്പോർട്ട് ചെയ്തു. ഇപ്പം എൻ്റെ ഫാദറും മറ്റുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ ഒരു സമയത്ത് വലിയ പട്ടിണിയായിരുന്നു, ആഹാരമില്ലായിരുന്നു. ആ ഒരു സ്ഥിതി ഉണ്ടായി. അതായത് നെഹ്റുവിയൻ എക്കോണമിക് പോളിസി ആയിരുന്നു കാരണം. അതിനെയാണ് ലിബറലൈസേഷൻ, LPG റിഫോംസ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അതായത് നരസിംഹ റാവു അദ്ദേഹം അധികാരത്തിൽ വരികയും മൻമോഹൻ സിംഗിനെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് കൊണ്ടുവരികയും ഏറ്റവും കൂടുതൽ എതിർപ്പ് കോൺഗ്രസിനകത്തായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ എതിർപ്പ് അതിനേക്കാളും രൂക്ഷം. അദ്ദേഹം കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് ഇന്ത്യയുടെ പട്ടിണി മാറിയത്. ഏകദേശം 200 മില്യൺ ജനങ്ങളുടെ പട്ടിണി മാറ്റി ഈ പറയുന്ന പോളിസി. അതിൻ്റെ കാരണക്കാരനാണ് നരസിംഹ റാവു. എന്നിട്ട് അദ്ദേഹത്തോട് കോൺഗ്രസ് ചെയ്ത പക നിങ്ങൾക്കറിയാം. ഒരു ചെറിയ ബ്രീഫ് തരാം. രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോൾ ഏറ്റവും കൂടുതൽ തഴഞ്ഞ ഒരു നേതാവായിരുന്നു പ്രണാബ് മുഖർജി. അദ്ദേഹത്തിന് 2019 മോദി മന്ത്രിസഭ ഭാരത് രത്ന കൊടുക്കുന്നു. അതായത് ഈ പ്രണാബ് മുഖർജിയെ പോലും വീണ്ടും രാഷ്ട്രീയത്തിലോട്ട് കൊണ്ടുവരുന്നത് ഈ നരസിംഹ റാവുവാണ്. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും പ്രണാബ് മുഖർജി ഇന്ത്യയുടെ പിന്നീട് മന്ത്രിയാവുകയോ ഇന്ത്യക്ക് ഇതേപോലെ സംഭാവന ചെയ്യാൻ കഴിയുമായിരുന്നൊരു പേഴ്സണാലിറ്റി ആകുമായിരുന്നില്ല. കാരണം രാജീവ് ഗാന്ധിയുടെ സമയത്ത് ഇത് പൂർണ്ണമായിട്ട് ചവിട്ടി ഒതുക്കി ദൂരെ കളഞ്ഞ് ഡൽഹിയിൽ ഒരു മൂലയ്ക്ക് ചിത്തരഞ്ജൻ പാർക്കിലൊരു ചെറിയ വീട്ടിലാണ് പിന്നെ അദ്ദേഹം താമസിച്ചുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾ അതിനെപ്പറ്റി പുസ്തകത്തിൽ പറയുന്നുണ്ട്. പിന്നീട് എന്താണ് 1991 നരസിംഹ റാവു പ്രണാബ് മുഖർജിയെ തിരിച്ച് പ്ലാനിംഗ് കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനത്തോട്ട് കൊണ്ടുവന്നു. 93 കൊമേഴ്സ് മിനിസ്റ്ററായിട്ട് കൊണ്ടുവരുന്നു. മനസ്സിലാക്കൂ, അടുത്തൊരു പ്രത്യേക പോയിന്റ്. 1996 നരസിംഹ റാവുവിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത സമയത്ത് നരസിംഹ റാവുവിന് വേണ്ടി കോടതിയിൽ പോയി ബെയിൽ ഷുവേർട്ടി കൊടുത്ത ആരാണെന്നറിയോ? പ്രണാബ് മുഖർജിയുടെ ഭാര്യ ഗീത മുഖർജി. ഇതാണ് ആ ബന്ധമെന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് പ്രണാബ് മുഖർജിയെ പൂർണ്ണമായിട്ടും കോൺഗ്രസ് തഴയുന്നു. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മാറിയപ്പോഴും അദ്ദേഹത്തിൻ്റെ ടേം കഴിയുമ്പോഴും പ്രായമായി കഴിയുമ്പോൾ അതേപോലെ ഒരു നേതാവ് പിന്നെ കോൺഗ്രസ്സിന് ഇല്ലാതായി, പൂർണ്ണമായിട്ടും തഴഞ്ഞു കളഞ്ഞു. അതിനേക്കാളും കഷ്ടമായിട്ടാണ് നരസിംഹ റാവുവിനെ തഴയുന്നത്. പിന്നീട് എന്താണ് ഉണ്ടാകുന്നത്? നരസിംഹ റാവു മരിക്കുന്നു. നരസിംഹ റാവുവിൻ്റെ ഡെഡ് ബോഡി പോലും കോൺഗ്രസിൻ്റെ AICC ഓഫീസിൽ കൊണ്ടുവെക്കുവാൻ വേണ്ടി അവിടുത്തെ പാർട്ടിക്കാർ തയ്യാറാകുന്നില്ല, അവിടുത്തെ നേതാക്കന്മാർ. പോകട്ടെ, നിങ്ങൾ AICC ഓഫീസിൽ പോകുന്നവർക്കൊക്കെ അറിയാവുന്ന സംഭവമാണ്. അവിടെ എല്ലാ നേതാക്കന്മാരെയും ചോട്ടാ നേതാക്കൾ എല്ലാവരുടെ ഫോട്ടോ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. പക്ഷേ AICC പ്രസിഡൻറ്റും കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരികയും അതിനേക്കാളുപരി ഇന്ത്യയുടെ എക്കോണമി മാറ്റിയ നരസിംഹ റാവു ഒരു ചെറിയ ഫോട്ടോ പോലും അവിടെ വെച്ചിട്ടില്ല. അത്ര ദ്രോഹമാണ് കാണിച്ചത്. എന്നിട്ട് രാഹുൽ ഗാന്ധി ഒരു യാത്ര നടത്തി. എന്നിട്ട് നരസിംഹ റാവുവിൻ്റെ മൃതദേഹം, അതായത് ഭൗതിക ശരീരം അടക്കിയിരിക്കുന്ന അടുത്തൂടെ പോലും പോയില്ല, അവിടെ കയറിയൊന്നു പോലും പോയില്ല. അതുകൊണ്ട് ഈ രാഹുലിനെ പപ്പു എന്ന് വിളിക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ.
അത്രമാത്രം ബുദ്ധിയില്ലാത്ത ഒരു മരക്കഴുതയാണ്. അത്രമാത്രം ഇന്ത്യക്ക് സംഭാവന ചെയ്ത ഒരു ഹൈലി സ്കോളറായിരുന്നു നരസിംഹറാവ്. ഒരു സാധാരണ കർഷക കുടുംബത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വന്നയാൾ. എന്നിട്ട് നരസിംഹറാവ് മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കർമ്മഭൂമി എന്ന് പറയുന്നത് രാജ്ഘട്ടിനടുത്ത് ഈ ദേശീയ നേതാക്കളൊക്കെ മരിക്കുമ്പോൾ അടക്കേണ്ട സ്ഥലമാണ്. അവിടെ അവരുടെ നരസിംഹറാവിൻ്റെ മക്കൾ പറഞ്ഞു അവരുടെ പിതാവിൻ്റെ മൃതദേഹം അവിടെ അടക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അതിനുപോലും കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുക അവർ അന്ന് എതിർത്തു. ആ ഒരു നേതാവിനെ മോദി ഗവൺമെൻറ് ഭാരതരത്നം കൊടുത്ത് അഭിനന്ദിച്ചപ്പോൾ, അത് ജനങ്ങളോട് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഈ കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ എളിഭ്യരായിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ അതിനെപ്പറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇദ്ദേഹം എഴുതിയ പുസ്തകമുണ്ട്, ദ ഇൻസൈഡർ എന്ന് പറഞ്ഞ അതിമനോഹരമായ പുസ്തകം. ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം വെച്ചാണ് എഴുതുന്നത്. എന്നിട്ട് വ്യക്തമായിട്ടൊരു കാര്യം അതിനെപ്പറ്റി മറ്റു പലരും പറയുന്നത് എന്താണ്, നരസിംഹറാവു പ്രധാനമന്ത്രിയായ സമയത്ത് ഈ പറയുന്ന സോണിയാഗാന്ധിയും നെഹ്റു കുടുംബവും ആൾക്കാരും കൈകടത്താൻ വന്നില്ല. പക്ഷെ മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്നപ്പോൾ മുഴുവനും കൈകടത്തലായിരുന്നു. സോണിയാഗാന്ധിയുടെ ഏറ്റവും അടുത്ത ആളെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുലോക് ചാറ്റർജി OSD ആയിട്ട് കൊണ്ടുവച്ച് എല്ലാ ദിവസവും ഫയലുകൾ സോണിയാഗാന്ധി കണ്ടിരിക്കണം, അഹമ്മദ് പട്ടേൽ കണ്ടിരിക്കണം, എല്ലായിടത്തും കൈക്കൂലി വാങ്ങുക. ഇപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ തന്നെ അറിയാവുന്നവർ അദ്ദേഹത്തെ പറ്റി ഇപ്പോൾ പുസ്തകം എഴുതിയപ്പോൾ ജയന്തി നടരാജൻ, മറ്റുള്ള നേതാക്കൾ, ജയന്തി ടാക്സ്, എല്ലായിടത്തും കൈക്കൂലി. മൻമോഹൻ സിംഗിന് താല്പര്യമുണ്ടായിരുന്നു നരസിംഹറാവുവിന് ഭാരതരത്ന കൊടുക്കാൻ വേണ്ടി. പക്ഷെ അദ്ദേഹത്തിന് വോയിസ് ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും ഹൈലി കറപ്റ്റഡായിട്ട് 4ഓളം മന്ത്രിമാരെ നീക്കണമെന്ന് മൻമോഹൻ സിംഗിന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ സോണിയാഗാന്ധി നീക്കാൻ തയ്യാറായില്ല. TR ബാലു, ജയന്തി നട, അതേപോലെ മൂന്നാലഞ്ച് പേരുണ്ട്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. അതായത് ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞൊരു സംഭവമുണ്ട്. ഇന്ന് ഇന്ത്യ ഈ കാണുന്ന സാമ്പത്തിക മാറ്റം, അതിൻ്റെ പ്രധാന സൂത്രധാരകൻ ഈ ദക്ഷിണേന്ത്യക്കാരനായ ഈ നരസിംഹറാവു എന്ന് പറഞ്ഞ ഒരു ഹൈലി സ്കോളർ ആൻഡ് ഇൻ്റലക്ച്വൽ ഗ്ലോബൽ. എത്ര ഭാഷ മാത്രമൊന്നുമല്ല, ഇന്ത്യയിൽ ലോകത്തേക്ക് അരച്ച് കുടിച്ച് പഠിച്ചൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പോൾ അത്രമാത്രം ജ്ഞാനിയായിരുന്നു. ഇന്ത്യ അത്രമാത്രം ഫോക്കസായിട്ട് കണ്ടു. അദ്ദേഹത്തിന് 5 വർഷം മാത്രമാണ് ഫ്രീ ആയിട്ട് ഈ പറയുന്ന ക്ലച്ചസ് ഒന്നുമില്ലാതെ ഇന്ത്യയെ ഭരിക്കാൻ കിട്ടിയപ്പം ഇന്ത്യ അയാൾ മാറ്റിയെടുത്തു. എന്തിനാണ് രാജീവ് ഗാന്ധിക്ക് ഭാരതരത്ന കൊടുത്ത്? ആർക്കറിയാം? എന്ത് കുന്തമാണ് രാജീവ് ഗാന്ധി ഇന്ത്യക്ക് വേണ്ടി ചെയ്തത്? എന്താണ് ഇന്ദിരാഗാന്ധി ഇന്ത്യക്ക് വേണ്ടി ചെയ്തത്? ഇന്ത്യയിൽ എമർജൻസി കൊണ്ടുവന്നത്. ഇന്ത്യയുടെ ജനാധിപത്യത്തെ പോലും നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു വൃത്തികെട്ട സ്ത്രീയാണ് ഇന്ദിരാഗാന്ധി. ആർക്കറിയാത്ത കാര്യം? അപ്പം ഇവരെയെല്ലാം വളരെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി. അതായത് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എക്കോണമിയെ പുകഴ്ത്തി ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരന്മാരെ കള്ള ഹിസ്റ്റോറിയൻസ് കള്ളത്തരം മുഴുവൻ എഴുതി വെച്ചു. അല്ലെങ്കിൽ നെഹ്റു ഇവിടെ ഈ പട്ടിണി രാജ്യമാക്കി മാറ്റിയ ഇന്ത്യയെപ്പറ്റി ഇത്രയും നെഹ്റുവിനെ പറ്റി പുകഴ്ത്തേണ്ട ആവശ്യമുണ്ട്. ഇപ്പം ഇന്ത്യയുടെ നാഷണലൈസേഷൻ, ബാങ്കുകൾ, മറ്റുള്ള സ്ഥാപനങ്ങൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, PSUs ആക്കിയതിൻ്റെ പേരിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇന്ത്യ പുറകോട്ട് പോയി. അതിനെയാണ് നരസിംഹറാവു അതിനെ ഇന്ത്യ ഓപ്പൺ ചെയ്ത് കൊടുത്ത് ഇന്ത്യയെ ഈ പുരോഗതിയിലോട്ട് നയിച്ചത്. അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും അങ്ങ് എതിർത്തു. ഏതായാലും ഈ ഒരു ചുവടുവെപ്പ് 2 വർഷം മുമ്പ് ഞാനൊരു ആകാംക്ഷ പറഞ്ഞാണ് അദ്ദേഹത്തിന് കിട്ടേണ്ട ആളാണ്. അതേപോലെ തന്നെ MS സ്വാമിനാഥൻ. അപ്പം അദ്ദേഹം ഏറ്റവും ഡിസേർവ് ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരൻ തന്നെയാണ്. കാരണം നോർമൻ ഫോർലോഗ്, അമേരിക്കൻ സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് ഇന്ത്യയിലെ പട്ടിണി മാറ്റിയ സയൻറ്റിഫിക് ആഗ്രോ സയൻറ്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് എന്നേ കൊടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഒരു മലയാളിക്ക് കൊടുക്കേണ്ടതാണ് ഇന്ത്യയുടെ ക്ഷീര വിപ്ലവം വർഗീസ് കുര്യൻ. അദ്ദേഹത്തിനും ഈ പറയുന്ന ഭാരതരത്ന കൊടുക്കേണ്ട. ഇവരൊക്കെയാണ് ഇന്ത്യക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്, ഇന്ത്യയെ മാറ്റിമറിച്ചത്. ഇപ്പം ഇതേ സ്ഥലവും ഇതേ പശുക്കളൊക്കെ ആയിരുന്നു പണ്ട്. ഈ പശുക്കളെയൊക്കെ മാറ്റി വ്യത്യസ്ത പശുക്കളാക്കി, പല രീതിയിലുള്ള പശുക്കളാക്കി. അതിനുമുമ്പ് ഇന്ത്യയിൽ എവിടെ ഈ പാലുള്ളത്? ഇന്ത്യയിൽ എവിടെ ക്ഷീര സംഭവം ഉള്ളത്?
അപ്പം അതിനെയൊക്കെ മാറ്റിയെടുത്തവരെ നമ്മൾ അംഗീകരിക്കണം. എന്താണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരുന്നത്? ആ കുടുംബത്തിലുള്ളവർക്ക് മാത്രമാണ് ഭാരതരത്ന കൊടുക്കുന്നത്. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയാണ് മോദി സർക്കാരും BJP മാറ്റമുണ്ടാക്കിയത്. അപ്പം ചൗധരി ചരൺ സിംഗ് ഉറപ്പായിട്ടും അദ്ദേഹം ഡിസേർവ് ചെയ്യുന്നത് ജാട്ട് ലീഡറായിരുന്നു. ഇപ്പം നോക്കുവാണെങ്കിൽ ഈ പറയുന്ന ഭാരതരത്ന കൊടുക്കേണ്ടവർക്കും കിട്ടേണ്ടവർക്കും കിട്ടി. അതാണ് മോദി ഗവൺമെൻറ് ചെയ്തത്.